ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമയാണല്ലോ രജനികാന്ത് നായകനെത്തുന്ന കൂലി. ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ ലിയോയ്ക്ക് ശേഷം വരാനായിട്ടിരിക്കുന്ന വൻ താരനിര ഭാഗമായ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 100 ദിവസങ്ങൾ മാത്രം ബാക്കി. ഇന്ന് അതിന്റെ സ്പെഷ്യൽ വീഡിയോ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് ലോകേഷിന്റെ കഥയിൽ ലോകേഷിന്റെ അസിസ്റ്റന്റ് സംവിധാനം ചെയ്യുന്ന ബെൻസ് എന്ന സിനിമ. രാഘവ ലോറൻസ് നായകനായി എത്തുന്ന നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഈ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും നിവിൻ പോളി കൂടി അഭിനയിക്കുന്നുവെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. നിവിനെ കൂടാതെ മാധവൻ കൂടി സിനിമയിൽ ഭാഗമായിരിക്കുമെന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ട്. തുടരും സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ നിന്നും ഈ ആഴ്ചയാണല്ലോ 2 പ്രധാനപ്പെട്ട സിനിമകൾ റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. അതിലൊന്ന് സർക്കിട്ട് എന്ന സിനിമയാണ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമ ഈ ആഴ്ച May 8 തീയതി മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മറ്റൊരു സിനിമയും ഒരു ഫാമിലി പടം തന്നെയാണ്. ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമ എന്ന് പ്രതീക്ഷിക്കുന്ന വലിയ പ്രൊമോഷൻസ് ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിലീപ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. സിനിമയും ഈ ആഴ്ച May 9 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലാലേട്ടന്റെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിലുള്ള വലിയ തിയേറ്റർ തരംഗത്തിന് തുടക്കമിട്ട സിനിമയാണല്ലോ ജയിലറിലെ മാത്യു കഥാപാത്രം. ജയിലർ 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. എന്നിട്ടും ലാലേട്ടൻ സിനിമയിലുണ്ടോ എന്നൊരു കാര്യത്തിന് വ്യക്തതയില്ലായിരുന്നു. ലാലേട്ടൻ പോലും എമ്പുരാന്റെ പ്രൊമോഷൻ വേളയിൽ പറഞ്ഞത് തന്നെ ഇതുവരെ സിനിമയുടെ അണിയറ പ്രവർത്തകർ വിളിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്നിപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജയിലർ 2 സംവിധായകൻ നെൽസൺ ലാലേട്ടനെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷനിലെത്തി കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതോടെ ലാലേട്ടൻ സിനിമയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാമെങ്കിൽ പോലും അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടന്റെ സിനിമയിലെ ഷെഡ്യൂൾ ഗോവയിൽ നടന്നേക്കുമെന്നൊരു മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.